Good evening, dear students. ഇന്നലെ നമ്മൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കണ്ടു. അതിൽ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എങ്ങനെ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ, മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെ ഉപയോഗിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ അഡീഷണൽ പ്രോബ്ലംസ് തന്നിരുന്നു, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. Do all the problems 2-3 times so that you can have more experience and you can solve the problems at the time of attending the examination. നമ്മൾ ഇന്ന് today we are entering into a new topic, that is how numerical characteristics can be used for studying the relationship by using the Spearman's rank correlation coefficient. Non-numerical ആയ ക്യാരക്ടറിസ്റ്റിക്സ് റാങ്ക് അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവ തമ്മിലുള്ള ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കോറിലേഷൻ എങ്ങനെയാണ് റാങ്ക് മെത്തേഡ്, റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാൾ പിയേഴ്സന്റെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാം. ഇനി വേരിയബിൾസ് തന്നെ റാങ്ക് കോറിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ വി ഹാവ് ടു അസൈൻ റാങ്ക്സ് ഈച്ച് ആൻഡ് എവരി വാല്യൂ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ വാല്യൂ. നമ്മൾ ഓരോ വാല്യൂവിനും അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് റാങ്ക് അസൈൻ ചെയ്യണം എന്ന് മാത്രം. എങ്ങനെയാണ് ന്യൂമറിക്കൽ വാല്യൂസ് റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നോക്കാം. ഹൗ റാങ്ക് കോറിലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വേരിയബിൾസ്. നമുക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ചെയ്യാം. See the question. Calculate rank correlation coefficient from the following. So here we are given marks in statistics and marks in accounting. Both these variables are measurable, and if you want to calculate rank correlation coefficient, first of all you have to assign ranks to each and every item according to the size of the item. ഒരു ഐറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ റാങ്ക് അസൈൻ ചെയ്യണം. സോ മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് 48, 60, 72, 62, 56, 40, 39, 52 and 30. Marks in accounting 62, 78, 65, 70, 38, 54, 60, 32 and 31. How ranks can be assigned and then how rank correlation can be calculated. അപ്പോൾ നമ്മളിവിടെ എക്സ് വേരിയബിളും വൈ വേരിയബിളും ആയിട്ട് എടുക്കുക. മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ടേക്കൺ ആസ് എക്സ് ആൻഡ് മാർക്സ് ഇൻ അക്കൗണ്ടിങ് ക്യാൻ ബി ടേക്കൺ ആസ് വൈ. അപ്പോൾ നമ്മൾ എക്സ് വൈ വാല്യൂസ് എഴുതുക. 48, 60, 72, 62, 56, 40, 39, 52, 30 എക്സും വൈ 62, 78, 65, 70, 38, 54, 60, 32 and 31. ആദ്യം എക്സ് വേരിയബിളിൻ്റെ റാങ്ക് അസൈൻ ചെയ്യുക. R1, call it as R1. നമ്മൾ ഹയസ്റ്റ് വാല്യൂവിൽ തുടങ്ങാം.
72 is the highest value, so give rank 1 to 72, then 62 second rank, then 60 third rank, then 56 fourth rank, then 52 fifth rank, 48 sixth rank, 40 seventh rank, 39 eighth rank, and 39th rank. There are 9 values, so we have 9 ranks. Similarly, y variable can be given rank 2, R2. Highest value 78, number 1, rank 1, then 70 rank 2, then 65 rank 3, then 62 rank 4, then 60 rank 5, rank 6 54, then 38 rank number 7, then 32 rank number 8, then last 31 rank number 9. So all the ranks are assigned to each and every item. So we have R1 and R2. Now find out the rank difference, that is denoted by capital D, R1 minus R2, plus 2, that is 6 minus 4, 3 minus 1, 1 minus 3, minus 2, 2 minus 2, 0, 4 minus 7, minus 3, 7 minus 6, plus 1, 8 minus 5, plus 3, 5 minus 8, minus 3, 9 minus 9, 0. Then square the differences, rank differences. Call it as D square. D square 4, 4, 4, 0, 9, 1, 9, 9, 0. Then total the square of differences, sigma D square. The total is 40. Then apply the formula. 1 minus R is equal to 1 minus 6 sigma D square divided by n cube minus n. Now substitute the values in the formula. 1 minus 6 into sigma D square, 40. 6 into 40 divided by n is equal to 9. So 9 cube minus 9. That is 1 minus 240 divided by 729 minus 9. That is 1 minus 240 divided by 720. That is equal to 1 minus 0.333. So the rank correlation coefficient is plus 0.667. So the correlation is positive. It is more than 0.5. So it is a significant, we call it as high degree of positive correlation. So in this way, numerical items, in the case of numerical items, numerical statements, in the case of variables, rank correlation can be calculated. Now, there may be a problem. Sometimes 2 or 3 items are having the same ranks. When equal ranks are assigned to different values, there requires an adjustment in the formula of rank correlation coefficient. Some correction factor need to be added with the formula. So the adjustment consists of adding 1 by 12 into m cube minus m along with the sigma d square. So ഇതില് ഒന്നിൽ കൂടുതൽ വാല്യൂസിന് ഈക്വൽ റാങ്ക് വരികയാണെങ്കിൽ അവിടെ റാങ്ക് അസൈൻ ചെയ്യുമ്പോൾ ചെറിയ
ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മളൊരു കറക്ഷൻ ഫാക്ടർ, ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം, ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യണം. സിഗ്മ ഡി സ്ക്വയറിനോടുകൂടി ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യേണ്ട വാല്യൂ 1/12 ഇൻറ്റു എം ക്യൂബ് മൈനസ് എം ആണ്. വാട്ട് ഈസ് എം? എം സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് ഐറ്റംസ് ഹൂസ് റാങ്ക്സ് ആർ ഈക്വൽ. അപ്പോൾ എക്സ് വേരിയബിളിൽ ഫോർ എക്സാമ്പിൾ 10 എന്ന വാല്യൂ ആണെന്ന് വിചാരിക്കുക. അത് 3 ടൈംസ് വരുന്നുവെങ്കിൽ, 3 ടൈംസ് ആണെങ്കിൽ ഈ ഓരോ 10നും സെയിം റാങ്കാ കൊടുക്കുക. അങ്ങനെ 3 തവണ 10 വരുന്നുവെങ്കിൽ ഇവിടെ എമ്മിന്റെ വാല്യൂ 3 ആണ്. സോ ദ നമ്പർ ഓഫ് ടൈംസ് ദ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ആ നമ്പർ ആണ് എം. അപ്പോൾ ഇഫ് എ പർട്ടിക്കുലർ വാല്യൂ റിപ്പീറ്റ്സ് 3 ടൈംസ്, the adjustment factor to be added is 1/12 into 3 cube minus 3. And if there are more than one such group of items with equal ranks, this value is added as many times as the number of such groups. അതായത് എത്ര വാല്യൂസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അത്ര ഗ്രൂപ്പുകൾ, അത്രയും അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഇതിനോട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ 10 എന്ന വാല്യൂ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, വേറെ 12 എന്ന വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വേറൊരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴേ 1/12 ഇൻറ്റു എം ക്യൂബ് മൈനസ് എം എന്ന അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ, കറക്ഷൻ ഫാക്ടറെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. സിഗ്മ ഡി സ്ക്വയറിനോട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ഈ ഈക്വൽ റാങ്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഈ ഫോർമുലയിൽ വരുത്തേണ്ട മാറ്റം. സോ there needs a correction, an adjustment in the formula by adding 1/12 into m cube minus m with sigma d square. So along with sigma d square, 1/12 into m cube minus m should be added, and there may be that much number of that groups as the number of values repeat. എത്രത്തോളം വാല്യൂസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നോ അത്രത്തോളം ഈ ഗ്രൂപ്പ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ദ ഫോർമുല ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് r is equal to 1 minus 6 into sigma d square. അത് ബ്രാക്കറ്റിലേക്ക് പോകണം, because along with sigma d square, adjustment factor should be added. Sigma d square plus 1/12 into m cube minus m plus any number of such groups as the number of such groups as the number repeats. നമ്പർ എത്രമാത്രം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അത്രയും ഗ്രൂപ്പ്സ് അതിൽ വേണം. സോ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. ഇതാണ് ഫോർമുല. സോ ഈക്വൽ റാങ്ക് വരികയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഫോർമുലയിൽ സിഗ്മ ഡി സ്ക്വയറിനോടുകൂടി ആഡ് ചെയ്യണം. നമുക്കൊരു പ്രോബ്ലം, ഇതുപോലുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. Question is, obtain the rank correlation from the following. Two variables are given, x and y. X 68, 64, 75, 50, 64, 80, 75, 40, 55, 64. Y 62, 58, 68, 45, 81, 60, 68, 48, 50 and 70. നമുക്കിതെങ്ങനെ ചെയ്യാം എന്ന് നോക്കിക്കോ. എക്സ് വേരിയബിള് നമ്മൾ എഴുതുന്നു, y വേരിയബിൾ എഴുതുന്നു. ആദ്യം നമ്മൾ എക്സ് വേരിയബിൾ എടുക്കുന്നു. എക്സ് വേരിയബിളിന്റെ വാല്യൂസിന് നമ്മൾ റാങ്ക് അസൈൻ ചെയ്യും. We are assigning ranks to x, the values of x variable. First value 80 ആണ്, സെക്കൻഡ് വാല്യൂ 75 ആണ്. പക്ഷെ ഒരു 75 അല്ല, 2 75 ഉണ്ട്. അപ്പോൾ റാങ്കിൽ 2ഉം 3ഉം
75-നും പോകും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ രണ്ട് 75-നും കൂടി ഒരേ റാങ്ക് കൊടുക്കാൻ റാങ്ക് നമ്പർ 2ഉം റാങ്ക് നമ്പർ 3യും കൂടി ആഡ് ചെയ്യുക. 2 + 3 5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2.5 വരും. ഇപ്പോൾ 75-ന് രണ്ട് 75-ന് നമ്മൾ 2.5 എന്ന റാങ്ക് കൊടുക്കുന്നു. അപ്പോൾ റാങ്ക് നമ്പർ 1 പോയി, 2 പോയി, 3 പോയി. ഇനി അടുത്ത വാല്യൂവിന് 68-ന് 4 കൊടുക്കുന്നു. 68-ന് 4 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വാല്യൂ 64 ആണ്. 64 1 2 3 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ നാലാമത്തെ റാങ്ക് കഴിഞ്ഞ് 64-ന് കൊടുക്കേണ്ട 5 6 7 3 റാങ്കുകൾ 64-ന് കൊടുക്കണം. അപ്പൊ അങ്ങനെയാവുമ്പോൾ 3 റാങ്കുകൾ, അതായത് 5 6 7 5 6 7 ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. 5 + 6 + 7 18 വരും. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ആവറേജ് കിട്ടും. ദി ആവറേജ് ഈസ് 6. സോ അസൈൻ 6th റാങ്ക് ടു ഓൾ ദ 64 വാല്യൂസ്. എല്ലാ 64 വാല്യൂസിനും നമ്മൾ 6 റാങ്ക് വീതം അസൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ 5 6 7 കഴിഞ്ഞു. അടുത്തതിന് റാങ്ക് അസൈൻ ചെയ്യേണ്ടത് 8th റാങ്ക് ആണ്. ദാറ്റ് ഈസ് ബീങ് അസൈൻ ടു 55. So 55 is given 8th rank, then 9th rank is given to 50. So and the last 10th rank is given to 40. So in this way ranks are assigned. So there are repetition of values, equal ranks are being given. Then take the y variable. In a similar way ranks can be assigned. First rank 81, second rank 70. 70 കഴിഞ്ഞിട്ട് തേർഡും ഫോർത്തും വരുന്ന സ്ഥാനത്ത് രണ്ട് വാല്യൂസ് ഈക്വൽ ആണ്. 68 ആണ്. The value 68 is to be assigned third rank and fourth rank. So take the average of third and fourth. 3 + 4 7 divided by 2 3.5. So assign 3.5 to 68 and also 68. അപ്പോൾ നമ്മൾ 3ഉം 4ഉം റാങ്ക് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ റാങ്ക് ആണ്. അത് 62-ന് അസൈൻ ചെയ്യുന്നു. 5th റാങ്ക്. ദെൻ 6th റാങ്ക് 60-ക്ക്, 7th റാങ്ക് 58-ന്, 8th റാങ്ക് 50-ക്ക്, 9th റാങ്ക് 48-ന്, 45th റാങ്ക് 10th റാങ്ക് 45-ന്. So in this way ranks can be assigned. റാങ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഡിഫറൻസ് കാണാം. സോ നെക്സ്റ്റ് കോളം ഈസ് ഡി, ക്യാപിറ്റൽ ഡി. 4 - 5 - 1 6 - 7 -1 2.5 - 3.5 -1 9 - 10 -1 6 - 1 + 5 1 - 6 - 5 2.5 - 3.5 -1 10 - 9 + 1 8 - 8 0 6 - 2 + 4. So we got all the rank differences. Now square the rank differences, that is d square. 1 1 1 1 25 25 1 1 0 16. Then total that we get sigma d square. Sigma d square is equal to 72. Now apply the formula. Capital R, R is equal to 1 minus 6 into sigma d square plus, how many values are repeating? First 68 is repeating, then 58 68, then 58, then in the case of x variable 75 is repeating, 64 is repeating, and the case of y variable 68 is repeating. So we have 3 groups.
3 values are repeating, so we should have 3 groups. So 1 minus 6 into sigma d square plus 1 by 12 into m cube minus m ഒരു ഗ്രൂപ്പ് plus 1 by 12 into m cube minus m the second group plus 1 by 12 into m cube minus m. This is the formula. Now by substituting the values in the formula, 1 minus 6 into sigma d square is equal to 72. 72 plus 1 by 12 into first value repeat ചെയ്യുന്നത് നമുക്കറിയാം 75 ആണ്, അത് 2 times ആണ്. So 1 by 12 into 2 cube minus 2 plus 1 by 12 into second value repeat ചെയ്യപ്പെടുന്നത് നമുക്കറിയാം 64 ആണ്, അത് 3 times ആണ്. So 1 by 12 into 3 cube minus 3 plus 1 by 12 into ഇനി y വേരിയബിളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂ 68 ആണ് 2 തവണ. സോ 1 by 12 into 2 cube minus 2 divided by 10 cube minus 10. So the value will be, the result will be 1 minus 6 into within bracket 72 plus 0.5 plus 2 plus 0.5 divided by 990, and that is equal to 1 minus 0.454. The result will be plus 0.545. That is, the correlation is positive, it is more than 5, so it is significant, it is reliable, it can be considered. So this is the method of calculating rank correlation coefficient when there is equal ranks. Rank equal ആയി വരുമ്പം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ ഐ എം ഗിവിംഗ് യു 4 questions to be answered by you during your free time. So download the questions and do it by yourself and be well versed, experienced in doing the problems, because during the examination you should have the speed also. നമുക്ക് അറിവുണ്ടായ മാത്രം പോരാ, പ്രോബ്ലം ചെയ്യാനുള്ള സ്പീഡ് കൂടി നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരിക്കലും നെവർ റീഡ് പ്രോബ്ലംസ് ബട്ട് ഡു പ്രോബ്ലംസ്. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരിക്കലും വായിച്ച് വിടരുത്, പകരം ചെയ്ത് പഠിക്കണം. ഓരോ പ്രോബ്ലവും 2-3 times ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്പീഡോടുകൂടി എക്സാമിനേഷൻ സമയത്ത് ചെയ്യാൻ സാധിക്കും. So the first question is calculate coefficient of correlation by using Spearman's method from the following. So here we have to calculate not Carl-Pearson's method but Spearman's rank correlation, though the given data are numerical data. Numerical data ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ പോലും, വേരിയബിൾസ് ആണെങ്കിൽ പോലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ്. റാങ്ക് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഗിവൺ, മാർക്സ് ഇൻ ലോ ഈസ് ഓൾസോ ഗിവൺ. Then second question is a very small question. If r is equal to 0.89, probable error is equal to 0.023, find the value of n. That you can do the problem. A little bit mathematics is needed. Then number 3, find the correlation coefficient if sigma xy is equal to 203, sigma x square is equal to 400, and sigma y square is equal to 190. So the direct formula can be used here. You can apply the direct formula. R is equal to sigma xy divided by square root of sigma x square into
square root of sigma y square. Then fourth problem, given r is equal to 0.8, xy is equal to 60, standard deviation of y is equal to 2.5, sigma x square is equal to 90, find the number of items. This problem also you can do. So do all these 4 problems at home and be very talented, experienced in solving the problems. Now we move to another very important topic, that is covariance between x and y. There may be a term called covariance between x and y. Actually, what is this? This is covariance between x variable and y variable is nothing but sigma xy divided by n. So when the total of the deviations of x variable and y variable taken from actual mean is divided by n, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ് വേരിയബിളിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷനും വൈ വേരിയബിളിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷനും മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ചെയ്ത വാല്യൂവിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോവേരിയൻസ്. ഈ കോവേരിയൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ there is a change in the formula. ഇത് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ we have to change the formula according to covariance. So when covariance is used in the formula for calculating coefficient of correlation under direct method, the formula would become, formula ചെറിയ മാറ്റം വരും, the formula would be r is equal to sigma xy divided by n divided by square root of sigma x square by n into square root of sigma y square by n, അല്ലെങ്കിൽ നമ്മൾ പഴയതുപോലെ that is equal to sigma xy by n divided by sigma x into sigma y. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഒരു പ്രോബ്ലം ഇത് വെച്ച് ചെയ്യാം. കാൽക്കുലേറ്റ് the coefficient of correlation between x and y variables from the following data. X ഉം y ഉം വേരിയബിൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻസ് 15 പെയർ ഈക്വൽ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.01 3.03. Covariance between x and y 8.13. So the formula to be used here once again, r is equal to sigma xy divided by n divided by standard deviation of x into standard deviation of y. നമുക്കറിയാം covariance of x and y or covariance between x and y is equal to sigma xy divided by n. Now apply the formula by substituting the values in the formula. R is equal to, covariance is given 8.13 divided by standard deviation of x 3.01 into standard deviation of y 3.03. That is 8.13 divided by 9.12, that is equal to 0.89. Now there may be certain special questions in this topic, in this module. I am giving you some questions for answering. Such questions may be frequently asked in examinations. ഈ ടോപ്പിക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. എ കമ്പ്യൂട്ടർ while calculating coefficient of correlation between two variables x and y from 25 pairs of observations obtained the following results. N is equal to 25, sigma x is equal to 125, sigma y is equal to 100, sigma x square is equal to 650, sigma y square is equal to 460,
and sigma xy is equal to 508. So all the totals are given. You need not worry about the totals. But the problem is that it was, however, discovered that at the time of checking that two pairs of observations were not correctly copied. They were taken as 614 and 86, while the correct values were 812 and 68. Calculate the correct value of coefficient of correlation. ഈ വാല്യൂ ഈ ടോട്ടൽസ് ഒക്കെ തന്നു കഴിഞ്ഞിട്ടാണ് പറയുന്നത്. പിന്നീട് ഇത് വിശദമായ പരിശോധന നടത്തിയപ്പോൾ രണ്ട് പെയർ ഓഫ് വാല്യൂസ്, അതായത് എക്സ് വൈ വാല്യൂസ് എടുത്തപ്പോൾ തെറ്റിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് എടുത്തത് 614 614 86 എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എടുക്കേണ്ടിയിരുന്നത് കറക്റ്റ് വാല്യൂസ് 812ഉം 68ഉമാണ്. ചോദ്യം ഇതാണ്, ഇൻകറക്റ്റ് ആയിട്ട് എടുത്ത വാല്യൂസ് മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് വേണ്ട വാല്യൂസ് ഉൾപ്പെടുത്തിയിട്ട് ഹൗ വിൽ യു കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? ഇതാണ് ചോദ്യം. കറക്റ്റിംഗ്, ഇതിനെ നമ്മൾ പറയും കറക്റ്റിംഗ് ഇൻകറക്റ്റ് വാല്യൂസ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്പെഷ്യൽ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. Without calculating the deviations either from arithmetic mean or assumed mean, no deviations need to be calculated. Directly we can apply the formula from the total of the values without calculating deviation calculate ചെയ്യാതെ, മീനിൽ നിന്നോ അസ്യൂംഡ് മീനിൽ നിന്നോ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ വാല്യൂസ് ടോട്ടൽ ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്താണ് പുതിയ ഈ ഫോർമുല? ദിസ് ഫോർമുല ഈസ് ആക്ച്വലി ഇൻ ദ സെയിം വേ ആസ് ദ ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർമുല. ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർമുല എങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ഫോർമുല. ദ ഫോർമുല ഈസ് R is equal to n sigma xy minus sigma x into sigma y divided by square root of n sigma x square minus sigma x the whole square into square root of n sigma y square minus sigma y the whole square. ഇവിടെ നമ്മൾ എക്സ് വാല്യൂ ടോട്ടൽ ചെയ്യുക. സോ വി ഗെറ്റ് സിഗ്മ എക്സ്. വൈ വേരിയബിൾ ടോട്ടൽ ചെയ്യുക, വാല്യൂസ് ടോട്ടൽ ചെയ്യുക, വി ഗെറ്റ് സിഗ്മ വൈ. ദെൻ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുക, വി ഗെറ്റ് സിഗ്മ എക്സ് വൈ. ടോട്ടൽ ചെയ്താൽ സിഗ്മ എക്സ് വൈ. എക്സ് സ്ക്വയർ ടോട്ടൽ ചെയ്യുക, വി ഗെറ്റ് സിഗ്മ എക്സ് സ്ക്വയർ. വൈ സ്ക്വയർ ടോട്ടൽ ചെയ്യുക, അതായത് വൈ എക്സിന്റെ സ്ക്വയർ ചെയ്തിട്ട് ടോട്ടൽ കാണുക, സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും. വൈ വേരിയബിൾ നേരിട്ട് സ്ക്വയർ ചെയ്യുക, ടോട്ടൽ കാണുക, സിഗ്മ വൈ സ്ക്വയർ കിട്ടും. ഇങ്ങനെ വിതൗട്ട് കാൽക്കുലേറ്റിംഗ് എനി ഡീവിയേഷൻ ഡയറക്ട്ലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബൈ യൂസിങ് ദിസ് ഫോർമുല. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഗിവൺ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 125. പക്ഷേ ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് സിഗ്മ എക്സ്. ഹൗ ടു കറക്റ്റ്? നമ്മൾ ഈ 125ൽ നിന്നും തെറ്റായ പെയർ എടുത്തത് കുറച്ചിട്ട് ശരിയായ പെയർ ആഡ് ചെയ്യണം. അതായത് എക്സ് വാല്യൂസ് നമുക്കറിയാം. എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് വാല്യൂസ് 6ഉം 8ഉമാണ് തെറ്റായി എടുത്തത്. പകരം ശരിക്ക് വരേണ്ടത് 8ഉം 6ഉമാണ്. ഈ വാല്യൂസ് ഓരോ പെയറിലും എക്സ് ആദ്യം തരും, വൈ പിന്നെ തരും. എക്സ് ആദ്യം 6 തന്നു, വൈ 14, എക്സ് 8, വൈ 6. അതുപോലെ രണ്ടാമത്തതിൽ കറക്റ്റ് വാല്യൂസ് എക്സ് 8ഉം വൈ 12ഉമാണ്, എക്സ് 6ഉം വൈ 8ഉമാണ്. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഏതാണോ ഇൻകറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തത് അത് കുറയ്ക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യുക. ഇപ്പം നമ്മൾ 125ൽ നിന്ന് ടോട്ടൽ ചെയ്തപ്പോൾ തെറ്റായി എടുത്ത ആദ്യത്തെ എക്സും രണ്ടാമത്തെ എക്സും 6 + 8 അത് കുറച്ചിട്ട് ശരിക്കെടുക്കേണ്ട 8ഉം 6ഉം നമ്മൾ ആഡ് ചെയ്തപ്പോൾ
സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത് 125. ഇതേപോലെ സിഗ്മ വൈ 100 ആണ് ടോട്ടൽ, പക്ഷേ ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് ടോട്ടൽ. ഹൗ ടു കാൽക്കുലേറ്റ് കറക്റ്റ് ടോട്ടൽ ഓഫ് വൈ? സിഗ്മ വൈ കറക്റ്റ് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു ഇൻകറക്റ്റ് ടോട്ടലായ 100 മൈനസ് തെറ്റായിട്ട് എടുത്ത വൈ വാല്യൂസ്. ഒന്നാമത്തതിൽ 14ഉം രണ്ടാമത്തതിൽ 6ഉം. 14 പ്ലസ് 6 അത് കുറച്ചിട്ട് അതിനോട് ആഡ് ചെയ്യണം. ഏത് ആഡ് ചെയ്യണം? ശരിക്കും എടുക്കേണ്ടത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 12 പ്ലസ് 8 ആണ്. അതായത് ആദ്യത്തേൽ 12ഉം രണ്ടാമത്തേൽ 8ഉം. അങ്ങനെ ഇത് തെറ്റായി എടുത്തത് കുറക്കുകയും ശരിയായി എടുക്കേണ്ടത് ആഡ് ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 100. ഇനി സിഗ്മ എക്സ് സ്ക്വയർ ടോട്ടൽ തെറ്റാണ്. 650 ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ചില വാല്യൂസ് തെറ്റിയെടുത്തതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ മേ ബി ഇൻകറക്റ്റ്. നമുക്ക് കറക്റ്റ് ചെയ്യണം. എങ്ങനെ കറക്റ്റ് ചെയ്യാം? കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 650 മൈനസ് തെറ്റായി എടുത്ത 6ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും കുറക്കണം. എന്നിട്ട് ശരിയായിട്ട് എടുക്കേണ്ട 8 സ്ക്വയറും 6 സ്ക്വയറും ആഡ് ചെയ്യണം. അങ്ങനെ തെറ്റായി എടുത്ത 6 സ്ക്വയറിൻ്റെ 6 സ്ക്വയർ 36ഉം 8 സ്ക്വയർ 64ഉം കുറച്ചിട്ട് ശരിയായിട്ട് എടുക്കേണ്ട 8 സ്ക്വയറിൻ്റെ 8 സ്ക്വയർ 64ഉം 6 സ്ക്വയർ 36ഉം ആഡ് ചെയ്തപ്പോഴും വാല്യൂവിൽ മാറ്റമില്ല. ദ സെയിം വാല്യൂ 650 is obtaining. We got the same value. ഇനി സിഗ്മ വൈ സ്ക്വയർ നോക്കുക. 460 ആണ്. ഇത് ശരിയാവണമെന്നില്ല, കാരണം വൈയുടെ വാല്യൂസ് തെറ്റാണ്. അപ്പം നമുക്കിത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് സിഗ്മ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 460 മൈനസ് തെറ്റായിട്ടെടുത്ത 14 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ കുറച്ചിട്ട് 12 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ആഡ് ചെയ്താൽ 436 വരും. ഇനി സിഗ്മ എക്സ് വൈ 508 ആണ്, 508 ആണ്. ഇത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണോ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തത് തെറ്റായിട്ട് ചെയ്ത് അത് കുറച്ചിട്ട് ശരിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ 508 മൈനസ് 6 ഇൻറ്റു 14 പ്ലസ് 8 ഇൻറ്റു 6 ഇത് കുറച്ചിട്ട് 8 ഇൻറ്റു 12 പ്ലസ് 6 ഇൻറ്റു 8 ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ വി ഗെറ്റ് 520. നൗ substitute the correct values in the formula. N sigma xy minus sigma x into sigma y divided by square root n sigma x square minus sigma x the whole square into square root n sigma y square minus sigma y the whole square. This apply ചെയ്താൽ values 25 into 520 minus 125 into 100 divided by square root 25 into 650 minus 125 square into square root 25 into 436 minus 100 square. നമുക്ക് ലാസ്റ്റ് 500 divided by 750 കിട്ടും. അതായത് 0.67 ആണ് കറക്റ്റ് coefficient of correlation by correcting the values. This is a very frequently asked. This type of questions may be frequently asked. ഇത് പലതവണയായി ചോദിച്ചിട്ടുള്ളതാണ്. ഇത്തരം പ്രോബ്ലം ചെയ്ത് പഠിക്കുക. And we are entering the last phase of coefficient of correlation, lead and lag in correlation. We know that the two variables are correlated and this correlation signifies cause and effect relationship. Cause and effect relationship. This does not mean that a change in the value of one variable will immediately cause a change in the value of another variable. Theoretically, this may be correct, but practically, this may not be happening. നമുക്കറിയാം, ഒരു വേരിയബിളിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് മറ്റൊരു വേരിയബിളിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന മാറ്റം പഠിക്കുന്നതിന് മാറ്റത്തിന്റെ ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് കോറിലേഷൻ. അപ്പോൾ ഒരു വേരിയബിളിൽ
ചേഞ്ച് ഉണ്ടാകുമ്പോൾ അടുത്ത വേരിയബിളിന്റെ വാല്യൂവിലും ചേഞ്ച് ഉണ്ടാകുന്നു. തിയറിറ്റിക്കലി ഇത് കറക്റ്റ് ആണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പം ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ചേഞ്ച് ഈസ് ഹാപ്പനിങ്, ബട്ട് ദ ചേഞ്ച് വിൽ നോട്ട് ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. പ്രാക്ടിക്കൽ ലൈഫിൽ ഈ മാറ്റം കൂടലോ കുറയലോ പെട്ടെന്ന് സംഭവിക്കുന്നില്ല. ഇറ്റ് വിൽ ടേക്ക്, there may be a time lag or difference of time between the cause and the effect. ഈ മാറ്റം, ആദ്യമുള്ള മാറ്റത്തിന് അനുസരിച്ചുള്ള മാറ്റം പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല. there may be a time lag. ഒരു സമയത്തിന്റെ സമയം കുറെ എടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കാം. Sometimes the change may be immediate, but in most cases it takes time, and this is what is known as lead and lag in correlation. For example, a rise in price leads to a fall in the quantity demanded. When price increases, demand falls. But in practical life, though the price changes today, the demand may not fall immediately. അതാണ് നമ്മൾ സംഭവിക്കുന്നത്. ഒരു പ്രൈസിലൊരു ചേഞ്ച് വന്നാൽ, പ്രൈസ് കൂടിയാൽ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ഡിമാൻഡിൽ കുറവോ കൂടുതലോ ഉണ്ടാകുന്നത് ഇമ്മീഡിയറ്റ് അല്ല, കുറച്ചുകൂടി സമയമെടുത്തേക്കാം. ഇറ്റ് മേ ടേക്ക് 5 or 6 months to adjust itself to the changes in prices. So to adjust with the changes in prices, it may take 5 or 6 months. 5 or 6 മാസം വരെ എടുത്തേക്കാം ഈ മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ. അപ്പൊ ഇങ്ങനെ ടൈം എടുക്കുന്നത് കൊണ്ട് when more time is taken to see the effect, the cause, though the cause has happened today, the effect may not be happening tomorrow. It may take some more time to adjust, and this phenomenon is called lead and lag in correlation. ഇതിനെയാണ് നമ്മൾ, അപ്പോൾ നമ്മളൊരു ചേഞ്ച് ഒരു വേരിയബിളിൽ ഉണ്ടായാൽ മറ്റൊരു വേരിയബിളിൽ ഇതിനനുസരിച്ച് ആനുപാതികമായ ചേഞ്ച് ഉണ്ടാവും. എങ്കിലും ആ ചേഞ്ച് പെട്ടെന്ന് തന്നെ സംഭവിക്കണമെന്നില്ല. ഇറ്റ് മേ ടേക്ക് hell of a time or a little bit time. നീണ്ട കാലം എടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവെങ്കിലും എടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ലീഡ് ആൻഡ് ലാഗ് ഇൻ കോറിലേഷൻ എന്ന് പറയുന്നത്. So today we conclude the module correlation analysis. I hope I have covered almost all areas of coefficient of correlation or correlation analysis, meaning, definition, everything we have covered. So students, please go through the classes carefully and do all the problems 2-3 times, and also you read some theory notes. Of course, you can answer almost all questions during the examination time. Be safe, stay at home. Tomorrow we will learn regression analysis. So be sure that you are attending the classes regularly. Okay.